ഇന്ന് RCB ടീമിനെതിരെ രാജസ്ഥാൻ ടീം മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ 4 മാച്ചും തോറ്റിട്ടാണ് രാജസ്ഥാൻ വരുന്നത്. ഇതേ സമയം RCB 6 കളി ജയിച്ചിട്ടാണ് വരുന്നത്. ഈ ടീമിനെയാണ് രാജസ്ഥാൻ തോൽപ്പിച്ചിരിക്കുന്നത്. അശ്വിൻ ഇന്ന് മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. ഇന്നത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് അശ്വിനായിരുന്നു. ശേഷം അശ്വിൻ ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. ഇപ്രാവശ്യം രാജസ്ഥാൻ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 4 മാച്ചും മോശം കളി കാഴ്ചവെച്ചു. എന്നാൽ ഇപ്പോൾ ശക്തമായിട്ട് രാജസ്ഥാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. RCBയെ പോലെ ഒരു വമ്പൻ ടീമിനെയാണ് രാജസ്ഥാൻ മലർത്തിയടിച്ചിരിക്കുന്നത്. രാജസ്ഥാനെ സംബന്ധിച്ച് 172 റൺസ് കുറവാണ്. RCB ടീമിനെ ചുരുട്ടിക്കെട്ടിയത് രാജസ്ഥാന്റെ ബൗളിംഗ് തന്ത്രമാണ്. അശ്വിനും ആവേശ് ഖാനും മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചു. ഇന്നത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് അശ്വിനായിരുന്നു. ശേഷം അശ്വിൻ ആ ഒരു അവാർഡ് സഞ്ജുവിന് കൊടുത്തു. അതിന് കാരണമായി അശ്വിൻ പറഞ്ഞത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് സഞ്ജു ആണ്. സഞ്ജു എന്ന ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു അവാർഡ് തനിക്ക് കിട്ടില്ലെന്നാണ് അശ്വിൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അശ്വിൻ തൻ്റെ അവാർഡ് സഞ്ജുവിന് കൊടുത്തത്. അശ്വിൻ്റെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. അശ്വിൻ ഒരു സീനിയർ താരമാണ്. അശ്വിൻ ഒരുപാട് ക്യാപ്റ്റൻസി കണ്ടിട്ടുണ്ട്. എന്നിട്ടും സഞ്ജുവിന് അവാർഡ് കൊടുക്കണമെങ്കിൽ അശ്വിന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി. സഞ്ജു എന്ന ക്യാപ്റ്റൻ എത്രത്തോളം മികച്ചതാണെന്ന് അശ്വിന് മനസ്സിലായി. സഞ്ജുവിന്റെ ഒരുപാട് തന്ത്രങ്ങൾ നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ ബൗളേഴ്സിനും കാര്യങ്ങൾ വ്യക്തമായിട്ട് സഞ്ജു പറഞ്ഞു കൊടുത്തു. രാജസ്ഥാൻ ടീം പഴയതുപോലെ തിരിച്ചെത്തി. ഇപ്രാവശ്യം സഞ്ജു രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ ഉറപ്പായിട്ടും കപ്പ് നേടും. ഇന്നത്തെ ഒരൊറ്റ മാച്ച് മതി രാജസ്ഥാന്റെ തിരിച്ചുവരവ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും രാജസ്ഥാൻ ഒരുപോലെ മികച്ചു നിന്നു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.